താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അധികൃതരുടെ അനാസ്ഥയിൽ കാനൂർ തുറവുംകര PWD റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഒരു മാസം പിന്നിടുന്നു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടലിനായി വെട്ടിപ്പൊളിച്ച റോഡ് പഴയപടിയാക്കാത്തതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര നരകതുല്യമായിരിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥയിൽ കാനൂർ തുറവുംകര PWD റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഒരു മാസം പിന്നിടുന്നു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടലിനായി വെട്ടിപ്പൊളിച്ച റോഡ് പഴയപടിയാക്കാത്തതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര നരകതുല്യമായിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ ആലുവയിലെ പൊതുമരാമത്ത് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഈ പൈപ്പിന് സത്യത്തിന് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് പണ്ട് ചെയ്യേണ്ടതല്ലേ, എത്ര നാൾ മുമ്പ് ചെയ്യാം. എത്ര നാളായി പൈപ്പിന്റെ പണി? 2-2.5 മാസമായി പൈപ്പിന്റെ പണി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. 48 ലക്ഷം രൂപ PWD കെട്ടിയിട്ടാണ് അവരോട് താത്തിയേക്കുന്നത്. ഇതുവരെ ഒരു പണി തിരിച്ചു നോക്കിയിട്ടില്ല. അടുത്ത ദിവസം കുറച്ച് മെറ്റൽ കൊണ്ടിട്ടുണ്ട്. വഴി മോശമായി കിടക്കണോണ്ട് ഒരു യാത്രക്കാർക്ക് പോകാൻ പറ്റില്ല, വണ്ടിക്കാർക്ക് ഓടിക്കാൻ വണ്ടികളൊക്കെ കംപ്ലൈന്റുകൾ, യാത്രക്കാർ തല്ലിയടിച്ച് വീണുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരാൾ വീണ് ഇരിക്കാനൊക്കെയുള്ള ആളെന്ന് പറഞ്ഞത് ആൾ ഹോസ്പിറ്റലിൽ കൈ ഓടിച്ച് നടക്കുന്നുണ്ട്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മെമ്പറുടെയും വാർഡ് മെമ്പറുടെയും ഇതൊക്കെ ഇടപെട്ട് മല്ലിയായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. മെമ്പർമാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, ബ്ലോക്ക് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റോട് പറഞ്ഞൊന്ന് ചെയ്യിക്കാൻ പറഞ്ഞു. ആളുകൾക്ക് നടക്കേണ്ട റോഡിൽ കൂടെ ഇത് ആകെ മോശമൊക്കെ. ഒരു മഴയായിട്ട് കയറിയാൽ പിന്നെ ഇവിടെ അരച്ച് കളിക്കുക പോലെയാണ് റോഡ്. പല്ലിയടിച്ച സ്കൂട്ടറുകാർ ഒരുപാട് പേര് വീടുണ്ട്. വണ്ടിയൊക്കെ ഞങ്ങൾ ഇപ്പോൾ 2-3 പ്രാവശ്യം ഫ്രണ്ട് പണിയണം. PWDയിൽ പൈസ അടച്ചിട്ടുണ്ട്, റോഡ് ചെയ്യൂന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലുള്ള ജനങ്ങളും പുറമേയുള്ള ജനങ്ങളൊക്കെ ഇത് അനുഭവിക്കാൻ ശരിക്കും. പൊടിയായിട്ട് ഒരു വീടുകളിൽ ഇരിക്കാൻ പറ്റില്ല, ഒരു തുണി പോലും കഴുകിടാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റില്ല. വണ്ടിക്കാർ അതേ അവസ്ഥ. നടന്നു പോകുന്ന ആളുകൾക്ക് ചെരുപ്പ് തുണിയിലൊക്കെ ചെളിയും വെള്ളമായിട്ട് അത് പോകാൻ പറ്റില്ല. ഒരു മഴ ചാറിക്കഴിഞ്ഞാൽ മഴയില്ലെങ്കിൽ പൊടിയായിട്ട് ഇരിക്കാനും പറ്റില്ല. എത്രയും പെട്ടെന്ന് നന്നാക്കി തന്നാലാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി വലിയ പൈപ്പുകൾ സ്ഥാപിക്കാനാണ് റോഡിന്റെ പകുതിയിലധികം ഭാഗം കുഴിച്ചത്. പൈപ്പിടൽ പൂർത്തിയായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും കുഴികൾ കൃത്യമായി മൂടാനോ ടാർ ചെയ്യാനോ കരാറുകാർ തയ്യാറായിട്ടില്ല. മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാകും. ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ്. വെയിൽ തെളിയുമ്പോൾ ഉയരുന്ന കടുത്ത പൊടിപടലം കാരണം സമീപത്തെ വീടുകളിൽ താമസിക്കാനോ കച്ചവടം നടത്താനോ കഴിയാത്ത അവസ്ഥയാണ്. പൊടിമായ വേറെ ഒരു മാർഗമില്ല. കുറച്ച് ദിവസം നനച്ചവര്, അത് കഴിഞ്ഞ് ഇതേവരെ വേറെ നടപടികളൊന്നും ഞാൻ കാണാനില്ല. അറിങ്ങൊന്നുമില്ല, നനയ്ക്കൽ മാത്രം. അതിപ്പോൾ 2 ആഴ്ചയായിട്ട് അത് നിർത്തിയേക്കാം. പൊടിയായിട്ട് ഇരിക്കാൻ ഓർത്തില്ല. ഇത് ഈ ഒരു 2 വീലർ പോലും നേരെ വീണ് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 2 വീലർ ഇപ്പോൾ ഒരു രോഗിനെ ആസ്പത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ അത് കാഞ്ഞൂര് ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ പണിക്കിട്ടും കഴിയും. അതേ രീതിയിൽ വണ്ടി ചാടിയാ പോകണം. പൈപ്പിടൽ കഴിഞ്ഞാലുടൻ റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുമെന്നായിരുന്നു കരാറുകാർ നൽകിയിരുന്ന ഉറപ്പ്. അൻവർ സാദത്ത് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ എന്നിവർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ലെവൽസ് എടുത്ത ശേഷം ഉടൻ ടാറിംഗ് തുടങ്ങുമെന്ന് മറുപടി ലഭിച്ചെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ടവർ ഇനിയും അലംഭാവം തുടർന്നാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആലുവ PWD ഓഫീസ് ഉപരോധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരെയും രോഗികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഉടനടി പരിഹാരം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.